ദമ്പതി പൂജയുടെ വഴിപാടിനെത്തിയ സ്ത്രീകളെല്ലാവരും നാഗത്തറയിലേക്ക് ചെന്നോളൂ. ദക്ഷിണ നൽകി കളം വരയ്ക്കുന്ന ആളിന്റെ അനുഗ്രഹം കൂടി വാങ്ങണം. എന്താടോ ഗദ, ഒരു മിനിറ്റ്. അഭിപ്രായം വേണമെങ്കിലേ അങ്ങോട്ട് ഞാൻ ചോദിക്കും. അതിനു മുന്നേ മിണ്ടിപ്പോയാലേ നോക്ക് ഞാൻ പിഴുതെടുക്കും. മോളെ, നമ്മൾ ആരും ഇത് പ്രതീക്ഷിച്ചതല്ലോ. മമ്മിയോട് ഞാൻ പറഞ്ഞതല്ലേ അവള് പൊട്ടിപ്പറപ്പെട്ട് ഇങ്ങോട്ട് എത്തുന്നു. ഞാനും നവീന് പൂജയ്ക്ക് വരുന്ന കാര്യം അറിഞ്ഞ് ഇത് മുടക്കാൻ അവള് മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. ഈ പൂജയുടെ കാര്യം കൃഷ്ണ അറിയാനായിട്ട് ഒരു വഴിയില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്കൂ. നോക്ക്, എന്താന്ന് വെച്ചാൽ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. നീ ഒന്ന് സമാധാനപ്പെട്. അവളിത് മുടക്കാൻ വന്നൊന്നും ആയിരിക്കില്ല. മമ്മി വീണ്ടും വീണ്ടും അവളെ സപ്പോർട്ട് ചെയ്ത് എന്തിനാ സംസാരിക്കുന്നേ? പിന്നെ അവൾ അറിയാതെ ഇത്രയും ദൂരം വരാൻ പോന്നു. അത് മമ്മി വിശ്വസിച്ചോ, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. അതോ ഇനി നിങ്ങൾ തന്നെയാണോ അവളോട് ഈ പൂജയുടെ കാര്യം പറഞ്ഞത്? ഗാഥേ, നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഞാനും നവീനും ദാമ്പത്യ പൂജയ്ക്ക് വന്നതറിയാതെ അവൾ ഇവിടെ വരില്ല. അത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവും. എന്നിട്ടും മമ്മി അവളുടെ സൈഡിൽ നിന്ന് പറയുമ്പോ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? മോളെ, നീ എനിക്കൊരു അല്പം സമയം താ. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അവളോട് എന്ത് സംസാരിക്കാൻ? അവളെ കണ്ട പാടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളിയിലെടുത്തെറിയായിരുന്നു വേണ്ടത്. പിന്നെ മൊത്തത്തില് അമ്പലവും ആളും ബഹളായതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നത്. നല്ലൊരു കാര്യത്തിന് വന്നിട്ട് നീ ഇങ്ങനെ ഒരു വർത്താനം പറയരുത് മോളെ. എന്തായാലും നവീൻ എത്തിയിട്ടില്ലല്ലോ. നാളെയല്ലേ പൂജ. അതിനു മുമ്പ് ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടിരിക്കും. നീ എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഇതിനി പരിഹാരം ഒന്നേ ഉള്ളൂ. നവീൻ ഈ പരിസരത്തെത്തുമ്പോ അവൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതിനു മുന്നേ അവൾ ഇവിടുന്ന് പറഞ്ഞു വിടണം. എന്താ അതിന് മമ്മിക്ക് സാധിക്കോ? എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. കൃഷ്ണ എങ്ങനെ എവിടെ എത്തിയെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. നീയും നവീനും ചേർന്ന് ചെയ്യേണ്ട ഈ പൂജകൾ മുടങ്ങാതെ നോക്കേണ്ട എന്റെ കൂടെ ആവശ്യം മോളെ. അതിനു വേണ്ടിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. നീ ഇപ്പൊ സമാധാനമായിട്ട് ചെല്ല്. ആയിക്കോട്ടെ. പക്ഷെ നാളെ നേരം പുലരുമ്പോ അവൾ ഈ പരിസരത്ത് കണ്ട അമ്പലവും പൂജയ്ക്ക് ഞാനങ്ങ് മറക്കും. പിന്നെ മമ്മിക്ക് എന്നോട് ദേഷ്യം തോന്നിട്ടേ ഒരു കാര്യമില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. എങ്കിലും കൃഷ്ണ എങ്ങനെ ഇവിടെ എത്തി? അതാ സിനി എനിക്ക് മനസ്സിലാവാത്തത്. ഗാഥ മാഡം അടുത്തെന്തെങ്കിലും പറഞ്ഞാലും ചെയ്താലും അത് വലിയ പ്രശ്നമാവും. എന്തായാലും കൃഷ്ണയോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ ഞാൻ പൊക്കോട്ടെ തിരുമേനി. അത് മോളെ, പൂജ തുടങ്ങി വെച്ച ആൾ തന്നെ അത് തീർക്കണമെന്നാ. ഇല്ലെങ്കിൽ സർപ്പശാപം ഉണ്ടാവും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സർപ്പക്കളം വരയ്ക്കാൻ ഒരാൾ വന്നു. കളം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അയാൾ ഇതുപോലെ എന്തോ അത്യാവശ്യം പറഞ്ഞ് നാട്ടിലേക്ക് പോയി. അയാൾ പോകുന്ന സമയം ഇവിടത്തെ പൂജ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലായിരുന്നു. മന്ത്രങ്ങൾ ഉരുവിട്ട് നാഗത്തെ ആവാഹിച്ച സമയം. അയാൾ കാടിന്റെ അതിർത്തി കടന്നില്ല. വഴിമധ്യേ ഇരുട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മഹാസർപ്പം അയാളെ തടഞ്ഞു. നാഗശാപം ഒരു നിഴൽ പോലെ അയാളെ പിന്തുടർന്നിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോ കണ്ടത് നീലിച്ച ശരീരവുമായി പാതയോരത്ത് കിടക്കുന്ന അയാളെയാണ്. സർപ്പത്തിന്റെ നെറ്റിവിരിഞ്ഞ അടയാളം അയാളുടെ നെഞ്ചിലുണ്ടായിരുന്നു. ശാപം അതിന്റെ കടമ നിർവഹിച്ചു കഴിഞ്ഞിരുന്നു. മോളെ, നാഗങ്ങൾ സ്നേഹിച്ചാൽ ഐശ്വര്യമാണ്. പക്ഷേ കോപിച്ചാൽ അത് വിനാശവുമാണ്. മൃത്യോടെ അല്ലാതെ ആ ശാപം വിട്ടുപോകില്ല. അതുകൊണ്ട് എന്ത് അത്യാവശ്യമെന്ന് പറഞ്ഞാലും മോൾ ഇവിടെ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ കിട്ടുന്ന ശിക്ഷ മരണമായിരിക്കും.
ഗാഥയുടെ വാശിയിലും എന്റെ നിർബന്ധത്തിലും നീ ഇവിടുത്തെ പൂജ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയി നിനക്കെന്തെങ്കിലും സംഭവിച്ചാ? ഗാഥയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മാഡം, അത് മാത്രമല്ല പ്രശ്നം. നാളെ രാവിലെ നവീൻ എത്തിക്കഴിഞ്ഞാ പിന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങള് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഗാഥ എന്തേലും പ്രശ്നം ഉണ്ടാക്കും, ഈ പൂജ മുടങ്ങും. അപ്പോഴും തിരുമേനി നേരത്തെ പറഞ്ഞ ഈ ശാപം നമുക്കുണ്ടാവും. ശാപം എല്ലാവരും പിന്തുടരുന്നേക്കാൾ നല്ലത് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതല്ലേ. അതുകൊണ്ട് പൂജ പകുതിക്ക് വെച്ച് നിർത്തി പോകാൻ തന്നെയാ എന്റെ തീരുമാനം. വേണ്ട, നീ എങ്ങോട്ടും പോണ്ട. ചിലപ്പോ നമ്മൾ കരുതുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നാഗങ്ങൾക്ക് പ്രിയപ്പെട്ടവളല്ലേ നീ. അപ്പോ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഈശ്വരൻ നോക്കിക്കോളൂ.